മാനവികത, മാനവസ്നേഹം, വ്യക്തികളുടെ മൂല്യം, അന്തസ്സ്, മനുഷ്യന്റെ കഴിവുകൾ, സാമൂഹിക പുരോഗതി എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ദാർശനിക കാഴ്ചപ്പാട്. വെൽക്കം ബാക്ക് സോഷ്യോ ബാച്ച് നമ്പർ 1 പാർട്ട് 1 മാനവികത. നവോത്ഥാനം, പുനർജന്മം അല്ലെങ്കിൽ റീബർത്ത്. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ മതത്തിന്റെ നിയന്ത്രണം വളരെയധികം ശക്തമായിരുന്നു. മനുഷ്യന്റെ ചിന്തയോ ശാസ്ത്രമോ കലയോ പലപ്പോഴും നിയന്ത്രിക്കപ്പെട്ടിരുന്ന ഒന്നായിരുന്നു യൂറോപ്പ്. എന്നാൽ 14 മുതൽ 16 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം, പ്രത്യേകിച്ച് യൂറോപ്പിലെ തന്നെ ഇറ്റലി എന്നറിയപ്പെടുന്ന രാജ്യം, ഒരു മാനവികതയ്ക്ക് അല്ലെങ്കിൽ ഒരു നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇറ്റലി. കലയിലൊരു പുതുമ, ശാസ്ത്രത്തിന്റെ വളർച്ച, സാഹിത്യത്തിന്റെ പുരോഗതി, മനുഷ്യന്റെ തന്നെ ചിന്താഗതിക്ക് മാറ്റമുണ്ടാകുന്ന ഒരു രാജ്യമായിട്ട് ഇറ്റലി മാറി. That means the Renaissance marked the transition from the medieval age of the modern age. എന്നാൽ എന്താണ് മാനവികത? നവോത്ഥാനത്തിന്റെ ഹൃദയമായിരുന്നു മാനവികത എന്നറിയപ്പെടുന്നത്. ഹ്യൂമനിസം മീൻസ് ദ പ്ലേസിംഗ് ഹ്യൂമൻ ബീയിങ് അറ്റ് ദ സെന്റർ ഓഫ് തോട്ട്. മനുഷ്യന്റെ ബുദ്ധിക്കും കഴിവിനും വ്യക്തിത്വത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താധാരയാണ് മാനവികത. മധ്യകാലത്ത് ഒരുപാട് ആളുകൾ കൂടുതലായി പരലോകത്തെക്കുറിച്ചാണ്, അതായത് സ്വർഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ മതത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകം തന്നെ അതാണ്. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരലോകത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിന് നമുക്ക് എപ്പോഴും ആവശ്യം മതചിന്തയും ദൈവചിന്തയുമായിരിക്കണം. എന്നാൽ ഇറ്റലി എന്നറിയപ്പെടുന്ന രാജ്യത്തിനകത്ത് ഈ ചിന്താഗതിക്കെല്ലാം മാറ്റമുണ്ടായി. അവിടെ മാനവികത എന്നറിയപ്പെടുന്ന, അതായത് മനുഷ്യന്റെ ചിന്താഗതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സിസ്റ്റം കടന്നു വന്നു. ആൻഡ് ദീസ് ലൈഫ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. മനുഷ്യന്റെ ജീവിതമാണ് ഏറ്റവും വലുത്. മനുഷ്യൻ പഠിക്കണം, ചിന്തിക്കണം, സൃഷ്ടിക്കണം, സമൂഹത്തെ മെച്ചപ്പെടുത്തണം. ഒരു ഉദാഹരണമായിട്ട് ചിത്രകാരൻ മനോഹരമായിട്ടുള്ള മനുഷ്യ ശരീരം വരയ്ക്കുന്നു. എഴുത്തുകാരൻ മനുഷ്യൻ്റെ വികാരങ്ങൾ എഴുതുന്നു, അവൻ്റെ ഭാവനകൾ ഉണർത്താനായിട്ട് ശ്രമിക്കുന്നു. ശാസ്ത്രജ്ഞൻ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു. ദാറ്റ് മീൻസ് ഹ്യൂമനിസം ഡിഡ് നോട്ട് റിജക്റ്റ് റിലീജിയൻ. ഒരിക്കലും മതത്തെ റിജക്റ്റ് ചെയ്യുന്നതല്ല. ഇറ്റ് ഈസ് റെസ്പെക്ട് ടു ഹ്യൂമൻ ഡിഗ്നിറ്റി. എന്നാൽ മനുഷ്യൻ്റെ കഴിവുകൾക്കാണ് എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്താഗതി ആ രാജ്യങ്ങളിൽ കൊണ്ടുവരുന്നു. മനുഷ്യനെ ചെറുതാക്കി കാണുന്ന ചിന്തയിൽ നിന്ന് മനുഷ്യന്റെ മഹത്വം തിരിച്ചറിയുന്ന ചിന്തയിലേക്കുള്ള യാത്രയായിരുന്നു മാനവികത. ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന മറ്റൊരു ചിന്തയാണ് റാഷണലിസം, അല്ല എങ്കിൽ യുക്തിചിന്ത. റാഷണലിസം മീൻസ് യൂസിങ് റീസൺ ആൻഡ് ലോജിക് ടു അണ്ടർസ്റ്റാൻഡ് ട്രൂത്ത്. അന്ധമായി വിശ്വസിക്കാതെ, അത് ഏത് കാര്യമാവട്ടെ, മതമാവട്ടെ, മറ്റു തരത്തിലുള്ള എന്ത് ചിന്തയുമാവട്ടെ, മനുഷ്യനെ വളർത്താത്ത, മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അന്ധത വളർത്താതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശ്വസിക്കാതെ ബുദ്ധിയും തെളിവും ഉപയോഗിച്ച് സത്യം കണ്ടെത്തുന്ന സമീപനമാണ് യുക്തിചിന്ത. നവോത്ഥാന കാലഘട്ടത്തിൽ ഭൂമി എന്താണ്, ഗ്രഹങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, രോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, പ്രകൃതിയുടെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് ക്വസ്റ്റ്യൻ എവറിത്തിങ് എക്സെപ്റ്റ് ഓൺലി വാട്ട് റീസൺ ആൻഡ് എവിഡൻസ് സപ്പോർട്ട്. മഴ പെയ്താൽ ദൈവത്തിൻ്റെ കോപം എന്ന് മാത്രം പറയാതെ കാലാവസ്ഥയെ ശാസ്ത്രീയമായിട്ട് പഠിക്കാനായിട്ട് മനുഷ്യൻ പഠിക്കണം. അതാണ് ഒരു യുക്തിചിന്ത എന്നറിയപ്പെടുന്നത്. യുക്തിചിന്ത വിശ്വാസത്തിൻ്റെ ശത്രുവല്ല, അത് സത്യത്തെ അന്വേഷിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റണമെന്നാണ് പലതരത്തിലുള്ള വിഖ്യാതമായ പുസ്തകങ്ങളിലൂടെയും ഇറ്റലി എന്നറിയപ്പെടുന്ന രാജ്യത്തിനകത്ത് അത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. ഇതിനിടയിൽ തന്നെ ഈ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് നഗരങ്ങൾ. നഗരജീവിതത്തിന്റെ വളർച്ച, നവോത്ഥാനം ഗ്രാമങ്ങളിലല്ല, പ്രധാനം നഗരങ്ങളിലാണ് വളർന്നു വന്നതെന്ന് അറിയപ്പെടുന്നു. ഇറ്റലിയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള ഫ്ലോറൻസ്, വെനീസ്, മിലാൻ. വ്യാപാരം, ബാങ്കിങ്, പണം, സാമ്പത്തിക വ്യാപാരികൾ, കലാകാരന്മാർ, ശാസ്ത്രജ്ഞർ, ഇങ്ങനെ പല വിഭാഗങ്ങളും ആ രാജ്യത്തിനകത്ത് ഉയർന്നു വന്നു, പ്രധാനമായിട്ടും നഗരങ്ങളിൽ. ദാറ്റ് മീൻസ് സിറ്റീസ് ബിക്കം ടു എൻറ്റർ കൊമേഴ്സ്, കൾച്ചറൽ ആൻഡ് ക്രിയേറ്റിവിറ്റി. പുതിയ ആശയങ്ങൾ വേഗത്തിൽ പടർന്നു, വിദ്യാഭ്യാസം വളർന്നു, പുസ്തകങ്ങൾ ലഭ്യമായി തുടങ്ങി, അതും വളരെ എളുപ്പത്തിൽ തന്നെ. കലയും ശാസ്ത്രവും പ്രോത്സാഹനങ്ങൾ നേടി. നഗരം വെറും കെട്ടിടങ്ങളുടെ ഒരു കൂട്ടമല്ല, അത് ആശയങ്ങളുടെ ജന്മസ്ഥലമാണെന്ന് വാദിച്ചു. അത് പുസ്തകങ്ങളിലൂടെയും വാക്കുകളിലൂടെയും രാജ്യത്തിനകത്ത് മുഴുവനായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ഇതിലൂടെ തന്നെ ജനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു നഗരവികസനം ഉണ്ടായത്. അതിലേറ്റവും പുരോഗതിയുള്ള മറ്റൊന്നായിരുന്നു വാണിജ്യ പുരോഗതി എന്നറിയപ്പെടുന്നത്. വ്യാപാര വളർച്ച നവോത്ഥാനത്തിന് സാമ്പത്തിക ശക്തിക്ക് പ്രാധാന്യം നൽകി. തൊട്ടടുത്തുള്ള ഏഷ്യ എന്നറിയപ്പെടുന്ന ഒരു ഭൂഖണ്ഡവുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുരിശ് യുദ്ധങ്ങളും മെഡിറ്ററേനിയൻ കടലുകളും, അല്ലെങ്കിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പലതരത്തിലുള്ള യുദ്ധങ്ങളും തുർക്കികളുടെ ഇൻവെൻഷൻസുകളും രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ യൂറോപ്പ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡവും ഏഷ്യൻ ഭൂഖണ്ഡവും തമ്മിൽ വ്യക്തമായിട്ടുള്ള വ്യാപാര സംസ്കാര മേഖലകൾക്ക് തുടക്കം കുറിച്ചു. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാരം ബാങ്കുകളുടെ വളർച്ചയ്ക്ക് കാരണമായി. സമ്പന്ന കുടുംബങ്ങളുടെ പിന്തുണ,
പല രാജ്യങ്ങളിൽ നിന്നും സമ്പന്ന കുടുംബങ്ങൾ, പ്രത്യേകിച്ച് മെഡിസി ഫാമിലീസ്, അവിടെയുള്ളവരെല്ലാം നമ്മുടെ ഇറ്റലി എന്നറിയപ്പെടുന്ന രാജ്യത്തിനകത്ത് എത്തുകയും പുതിയ പുതിയ കലാകാരന്മാരുമായിട്ട് അല്ലെങ്കിൽ കലാപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള വികസനങ്ങൾ ആ രാജ്യത്തിനകത്തുണ്ടായി. ആൻഡ് വിത്തൗട്ട് എക്കണോമിക്കൽ പ്രോസ്പിരിറ്റി ദ റിനൈസൻസ് കുഡ് നോട്ട് ഹാവ് ദ ഫ്രഞ്ച്. അതുപോലെ തന്നെയാണ് പലതരത്തിലുള്ള ക്രുസൈഡുകൾ. യൂറോപ്പുകാരെ കിഴക്കൻ ലോകവുമായിട്ട് പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള ക്രൂസ് ഷിപ്പുകൾ, പുതിയ പുതിയ ഷിപ്പ്മെൻറ്റുകൾ കടന്നു വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാസ്കോഡ ഗാമ, അതുപോലെ തന്നെ മെഗല്ലൻ, അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള വ്യക്തികൾ ഈ ലോകം തന്നെ കണ്ടുപിടിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു മേഖലയിലേക്ക് കടന്നു. അവർ പുതിയ തരത്തിലുള്ള ശാസ്ത്രങ്ങൾ കണ്ടുപിടിച്ചു. അറബി ശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം, പുരാതന ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ, ഇത് യൂറോപ്പിൽ പുതിയ അറിവിൻ്റെ വാതിലുകൾ തുറക്കാൻ സഹായകരമായിട്ട് മാറി. ഇതിലെല്ലാം ഉപരി തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒന്നാണ് ശാസ്ത്രത്തിൻ്റെ വളർച്ച. നവോത്ഥാനത്തിൽ തന്നെ ഒബ്സർവ്, എക്സ്പെരിമെൻ്റ് ആൻഡ് വെരിഫൈ. ശാസ്ത്രജ്ഞന്മാർ പ്രകൃതിയെ നേരിട്ട് പഠിച്ചു. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വർഷങ്ങളോളം നിരീക്ഷണം നടത്തി, പരീക്ഷണങ്ങൾ നടത്തി, തെളിവുകൾ ഉണ്ടാക്കി. ഏത് കാര്യത്തിനും കൃത്യമായിട്ടുള്ള തെളിവുകൾ അടിസ്ഥാന ഘടകമാണെന്ന് വാദിച്ചു. അത് ലോകപ്രശസ്തമായിട്ടുള്ള പല വ്യക്തികൾക്കും ചിന്താകുലമായിട്ട് നിന്നിരുന്ന പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾക്കും ഉത്തരമായിട്ട് മാറി. ഇതാണ് പിന്നീട് സയൻറ്റിഫിക് റവല്യൂഷൻ എന്ന് അടിത്തറയായിട്ട് മാറിയത്. മതേതര മൂല്യങ്ങളുടെ പ്രാധാന്യവും, ദാറ്റ് മീൻസ് സെക്കുലർ വാല്യൂ, എല്ലാ മേഖലകളെയും പോലെയും വളർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു മതേതര മൂല്യം. എൻ്റെ മതങ്ങൾ മാത്രമല്ല ഈ ലോകത്തിലെ ഏറ്റവും വലുത്, എൻ്റെ മതങ്ങൾ മാത്രമല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം. മറ്റുള്ള മതങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അവയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവയുടെ വാക്കുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. സെക്കുലാരിസം, ദാറ്റ് മീൻസ് ഗിവിംഗ് ദ ഈക്വൽ റെസ്പെക്ട് ടു ഓൾ റിലീജിയൻ ആൻഡ് അലോവിംഗ് പബ്ലിക് ലൈഫ് ടു ബി ഗൈഡഡ് ബൈ കോമൺ ഹ്യൂമൻ വാല്യൂസ്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ഭരണത്തിനും വിദ്യാഭ്യാസത്തിനും സാമൂഹിക ജീവിതത്തിലും ഒരു പൊതുമാനവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നതാണ് മതേതരത്വം എന്നറിയപ്പെടുന്നത്. എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം, മതേതര മൂല്യങ്ങൾ കൊണ്ടുവരണം. നവോത്ഥാന കാലഘട്ടത്തിൽ ആളുകൾ തിരിച്ചറിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു ഈ മതേതര മൂല്യം എന്നറിയപ്പെടുന്നത്. ശാസ്ത്രം എല്ലാവർക്കും പൊതുവാണ്, കല എല്ലാവർക്കും പൊതുവാണ്, അതേപോലെ തന്നെ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കണം. എ സെക്കുലർ സൊസൈറ്റി പ്രൊട്ടക്ട്സ് ഡൈവേഴ്സിറ്റി ആൻഡ് എൻകറേജ് ഫ്രീ തിങ്കിങ്. മതം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കട്ടെ, പക്ഷെ സമൂഹം എല്ലാവരെയും ഒരേപോലെ കാണണം. അതാണ് മതേതര മൂല്യങ്ങളുടെ സാരം. ഇതാണ് മാനവികതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു കാലഘട്ടത്തിൽ യൂറോപ്യൻ്റെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പലതരത്തിലുള്ള പ്രാദേശിക ഭാഷകൾക്കും പ്രാധാന്യം നൽകുന്നതായിരുന്നു. മുൻപ് ലാറ്റിൻ ഭാഷയ്ക്കായിരുന്നായിരുന്നു മേൽക്കോയ്മ. നവോത്ഥാന കാലഘട്ടത്തിൽ ആളുകൾ സ്വന്തം ഭാഷകളിൽ എഴുതാനായിട്ട് തുടങ്ങി. പ്രത്യേകിച്ച് ഡാൻറ്റെ എന്നറിയപ്പെടുന്ന ഇറ്റാലിയനും ഷേക്സ്പിയർ ഡ്രാമയിലൂടെയും സാഹിത്യത്തിലൂടെയും ലോകത്തിൽ തന്നെ മാനവികതയുടെ പ്രാധാന്യവും മനുഷ്യന്റെ പ്രാധാന്യവും ഈ ലോകത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. ഇതിലൂടെ സാധാരണ ജനങ്ങൾക്ക് അറിവ് ലഭിച്ചു. നോളജ് ബിക്കം അക്സസിബിൾ ടു കോമൺ പീപ്പിൾ. ഇതിനെല്ലാം വഴിതെളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമായിരുന്നു അച്ചടി യന്ത്രത്തിന്റെ സ്വാധീനം. പ്രിന്റിംഗ് പ്രസ് വലിയ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ചു. പുസ്തകങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ലഭിച്ചു. ആശയങ്ങൾ വേഗത്തിൽ പടർന്നു. വിദ്യാഭ്യാസം ഏതൊരു സാധാരണ ജനങ്ങളിലേക്കും വ്യാപിച്ചു തുടങ്ങി. ബിഫോർ പ്രിന്റിംഗ്, നോളജ് ട്രാവൽഡ് സ്ലോവിലി. ആഫ്റ്റർ പ്രിന്റിംഗ്, ഐഡിയ ട്രാവൽഡ് ലൈക്ക് ലൈറ്റനിങ്. നവോത്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള പ്രാധാന്യം നോക്കുമ്പോൾ, മുഴുവനായിട്ട് നമ്മൾ മാനവികതയെക്കുറിച്ച് നോക്കുമ്പോൾ, നവോത്ഥാനം ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ സന്ദേശമാണ് തിങ്ക് ഇൻഡിപെൻഡൻ്റ്ലി. സ്വതന്ത്രമായി ചിന്തിക്കുക. റെസ്പെക്ട് ഹ്യൂമൻ ഡിഗ്നിറ്റി. മനുഷ്യന്റെ മഹത്വത്തെ ബഹുമാനിക്കുക. യൂസ് റീസൺ. യുക്തി ഉപയോഗിക്കുക. പ്രൊമോട്ട് സയൻസ് ആൻഡ് ആർട്ട്. ശാസ്ത്രവും കലയും വളർത്തുക. വാല്യൂ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തെ വിലമതിക്കുക. ഈ ഒരു തത്വശാസ്ത്രമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയോളജിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ ചിന്താഗതിയുടെയും പുരോഗമനത്തിൻ്റെയും ഒരു അടിസ്ഥാന ഘടകമായിട്ട് ഇന്ന് ലോകം മാറുന്നത്.